സംസ്ഥാനത്തെ 4 ജില്ലകളിൽ കോഴി താറാവ് വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവായി. ഈ ഡിസംബർ 31 വരെ 4 മാസത്തേക്കാണ് ഈ നിരോധനം നിലനിൽക്കുക. ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിവിധ മേഖലകളിലാണ് ഇപ്പോഴുള്ള നിരോധനം. വി ജയശങ്കർ കൊട്ടാരക്കരയിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ ഇതിന്റെ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. 4 ജില്ലകളിലാണ് കോഴി താറാവ് വളർത്തലിന് സർക്കാർ നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഗസറ്റ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് സർക്കാർ പുറപ്പെടുവിച്ചത്. ഒക്ടോബർ 31 വരെ ഉള്ള 4 മാസക്കാലത്തേക്കാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പക്ഷിപ്പനി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ഈ ജില്ലകളിലും ഈ 4 ജില്ലകളിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായി നിരോധനമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ നഗരസഭ ഉൾപ്പെടെ ഉള്ള 2 നഗരസഭകളിലും 10 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് നിലവിൽ നിരോധനമുള്ളത്. കോട്ടയം ജില്ലയിൽ വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലും എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകളിലും ഈ നിരോധനം ബാധകമാകും. ഇതിലെ പ്രധാന വിഷയം ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ചെറുകിട കർഷകർ ഇത്തരത്തിൽ താറാവുകളെയും കോഴികളെയും മറ്റും വളർത്തി ഉപജീവനം നടത്തുന്ന പ്രത്യേക ഇനം താറാവുകൾ മറ്റുമുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും ഇവയുടെ ഒരു ആവാസ വ്യവസ്ഥയെ ഇല്ലെങ്കിൽ ഇവയുടെ ഒരു വിപണനത്തെ ഇത് ബാധിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് കർഷകരും മറ്റും ആശങ്കപ്പെടുന്നുണ്ട്. 2009 ഈ പകർച്ചവ്യാധി തടയൽ നിയന്ത്രണ നിയമപ്രകാരമാണ് സർക്കാർ ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ചെറുകിട കർഷകരെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന ഈ ഗസറ്റ് വിജ്ഞാപനത്തിൽ തന്നെ സർക്കാർ നൽകുന്നത് ഈ കോഴികളെയും താറാവുകളെയും മറ്റും നശിപ്പിക്കുമ്പോൾ ഇതിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്നുൾപ്പെടെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ മുൻകാല അനുഭവങ്ങളുണ്ട്. ആലപ്പുഴയിലും മറ്റും ഇത്തരത്തിൽ കോഴികൾക്കും താറാവുകളെയും നശിപ്പിച്ച് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കാത്ത കർഷകരുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു വിജ്ഞാപനം ബാധിക്കുക ആലപ്പുഴ ജില്ലയായിരിക്കും. ആലപ്പുഴയിൽ പൂർണ്ണമായും ഇതിന്റെ ഒരു വിപണനത്തെ, ഇതിന്റെ ഒരു വളർത്തലിനെ ഈ വിജ്ഞാപനം മൂലം തടയുന്നുണ്ട്. എന്തായാലും പുറത്തുനിന്ന് ഇത്തരത്തിൽ താറാവുകളോ കോഴികളോ ഈ പ്രദേശത്തേക്ക് എത്തിക്കുന്നതിന് നിലവിൽ നിയന്ത്രണമില്ല, കൊണ്ടുവരാം. പക്ഷേ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വളർത്തുവാനോ ഇവയുടെ മുട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിനോ ഈ വിജ്ഞാപനം അനുസരിച്ച് നിയന്ത്രണമോ. എന്തായാലും ഇത് ചെറുകിട കർഷകരെ ഈ മുട്ട വിപണനവും ഇല്ലെങ്കിൽ കോഴി താറാവ് വളർത്തലും കേന്ദ്രീകരിച്ച് നടക്കുന്ന ആളുകളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിജ്ഞാപനം തന്നെയാണ്.